ഷമീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പാലടയുടെ ഒരു പായസമാണ് വെക്കാൻ പോകുന്നത്. നമ്മൾ ഈസ്റ്ററിൻ്റെ പാലടയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 200 ഗ്രാം ഉണ്ട്. നമ്മൾ കുക്കറിലാണ് വെച്ചെടുക്കുന്നത്. കുക്കർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ കുക്കർ എടുക്കാനായിട്ട്. ചൂടുവെള്ളം കൊണ്ടൊക്കെ കഴുകണം കേട്ടോ. നമ്മൾ കറിയൊക്കെ വയ്ക്കുന്നതല്ലേ. നമ്മൾ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ലിറ്റർ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാലൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നമുക്ക് പാലട ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പായസ മിക്സ് പാലട. പ്രത്യേകിച്ച് ഇനി പഞ്ചസാര ഒന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ പാല് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മധുരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. നമ്മൾ പായസം നമ്മൾ കുക്കറിൽ അടിച്ചിട്ടുണ്ടായില്ല കേട്ടോ. നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നേരം വേവിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ വെള്ളം ഒന്ന് വറ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അന്വേഷിച്ച് പോയിട്ട് കിട്ടിയില്ല കേട്ടോ. അതാണ് ഇത് മേടിച്ചത്. ഇനി ഞാൻ ഇത് മേടിക്കാറില്ലേ. പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു കപ്പ് പാലുകൾ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമാണ്, നല്ല കളറുണ്ട്. ലേശം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഒഴിച്ചതിനും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലേശം നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് തീ ഓഫ് ചെയ്താൽ നമുക്കിനി ഒരു പായസം കൂടെ വയ്ക്കാം കേട്ടോ. ഒരു പരിപ്പ് പായസം കൂടെ നമുക്ക് വയ്ക്കാനുണ്ട്. നമ്മളിതൊരു സദ്യക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. സദ്യ എന്ന് പറഞ്ഞാൽ വലിയ സദ്യയൊന്നുമല്ല, ചെറുത് കേട്ടോ. അടുത്ത പായസത്തേക്ക് നമ്മൾ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പായസത്തിൻ്റെ പരിപ്പാണിത്. ചെറുപയറിൻ്റെ പരിപ്പാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ചേർത്ത് കൊടുക്കാം. 150 ഗ്രാം പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ പരിപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2ാം പാല് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്കയും പഞ്ചസാരയുടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ലേശം നല്ല ജീരകത്തിൻ്റെ പൊടി. ഇത് നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ടിപ്പാലാണ് കേട്ടോ. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തതാണ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ 2 പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ചെറിയ പാചകമുണ്ട്, അത് കൊടുക്കാനാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.